വഖഫ് ഭേദഗതി നിയമമായതോടെ തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് അലയടിക്കുന്നത്. എന്നാൽ വഖഫ് നിയമം പിൻവലിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആസാം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നതും. ഭേദഗതിക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ കലാപത്തിന് നീക്കം നടത്തുന്നതിനിടയിലാണ് നിയമത്തിന് പിന്തുണയുമായി ഈ സംസ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നതും. ബംഗാളിലടക്കം വലിയ പ്രക്ഷോഭങ്ങളാണ് അലയടിക്കുന്നത്. അതേസമയം നിലവിൽ സുപ്രീം കോടതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകിയ 20-ലധികം ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. മുർഷിദാബാദിൽ അരങ്ങേറുന്ന കലാപത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമാവുകയും അതുപോലെ തന്നെ ഹിന്ദു വീടുകളും ക്ഷേത്രങ്ങളും അടക്കം തല്ലിത്തകർക്കുകയും ചെയ്തിരുന്നു. ഇതോടെ തന്നെ നിരവധി ഹിന്ദു കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ഒരു അച്ഛനെയും മകനെയും ഉൾപ്പെടെയാണ് മുസ്ലിം കലാപകാരികൾ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയതും. ഈ കുറ്റകൃത്യത്തിലെ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നതും. നിലവിൽ 200ഓളം കലാപകാരികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല വിവിധ ഇടങ്ങളിലും റെയ്ഡുകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ മുർഷിദാബാദ് ആക്രമണത്തെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതി അഭിഭാഷകനായ ശശാങ്ക് ശേഖർ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. മുർഷിദാബാദിലെ കലാപവും ക്രമസമാധാനവും തകർക്കുന്നതും ക്രമസമാധാന നിലയിലെ പരാജയത്തിന് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് വിശദീകരണവും നൽകണം എന്നതാണ് ഹർജിയിൽ പറയുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ മുർഷിദാബാദിലെ സൂദി, ദുലിയാൻ, അതുപോലെ തന്നെ സസംഗർജ്, ജഹിംഗ്പൂർ പ്രദേശങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബംഗാളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോഴും മൗനത്തിലാണ്. കലാപം നിർത്താൻ അവർ പ്രതിഷേധകരോട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും മുസ്ലിം കലാപകാരികളുടെ മനസ്സിലേക്ക് വിദ്വേഷത്തിന്റെ വിത്തുകളാണ് അവർ പാകുന്നതും. വഖഫിനെതിരെ പോരാടാനാണ് അവരോട് മമത ആഹ്വാനം ചെയ്തിരിക്കുന്നതും. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ അടക്കം നിയമത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നതും. അതേസമയം വഖഫ് നിയമം രാജ്യത്ത് പൂർണ്ണമായും നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ വളരെയധികം നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും. ഇനി രാജ്യത്തെ ഒരു പാവപ്പെട്ടവന്റെയും ഭൂമിയിൽ തൊടാൻ പോലും വഖഫ് ബോർഡിന് കഴിയില്ല എന്നും കോൺഗ്രസിന് മുസ്ലിങ്ങളോടുള്ള സഹതാപത്തിൽ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ പ്രസിഡന്റ് ആക്കിയില്ല എന്നും പ്രധാനമന്ത്രി ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയായിരുന്നുവെന്നും കോൺഗ്രസ് മുസ്ലിം മതമൗലികവാദികളെ പീഡിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പുതിയ നിയമത്തിലൂടെയുള്ള അവരുടെ എതിർപ്പ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഭൂമാഫിയ കൊള്ളയടിച്ചത് പിന്നോക്കക്കാരുടെയും പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ഭൂമിയാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കില്ല എന്നും വോട്ട് ബാങ്കിനായി കോൺഗ്രസ് വഖഫ് നിയമം ഭേദഗതി ചെയ്തുവെന്നും ഹരിയാനയിലെ ഹിസാറിലെ പൊതുയോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് ഇതെല്ലാം ദരിദ്രർക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിരുന്നത്. ഭൂമാഫിയയാണ് വഖഫ് ഭൂമിയുടെ ഗുണം നേടിയതും. വഖഫ് ഭേദഗതി നിയമം ദരിദ്രരെ ചൂഷണം ചെയ്തിരുന്നത് അത് തടയാൻ സഹായിച്ചുവെന്നും പുതിയ നിയമപ്രകാരം ആദിവാസികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലോ സ്വത്തിലോ വഖഫ് ബോർഡിന് ഇനി നിയന്ത്രണം ഉണ്ടാകില്ല എന്നും ദരിദ്രർക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും അർഹമായ അവകാശങ്ങൾ ലഭിക്കുമെന്നും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും കോൺഗ്രസ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.